ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ സന്തോഷത്തോടെ രണ്ടുപേരും പോയിട്ടോ. അയ്യോ നിക്ക്, ആ കൊച്ചതിന്റെ അച്ഛനെ കാണാൻ പോണേന് നിങ്ങൾക്ക് എന്താ? അച്ഛനെ കാണാനോ? വർമ്മ സാറിന്റെ മോളെ രാത്രി തന്നെ കാണണമെന്ന്. അതിനാ രാജു മോളെയും കൂട്ടി പോകുന്നേ. അയ്യോ അങ്ങനെ പോവാൻ പാടില്ല, എന്റെ ഹനുമാൻ വ്രതം മുടങ്ങും. രാജു, പിശകുള്ള നോട്ടം പോലും പാടില്ലെന്നാ അവര് പറഞ്ഞത്. രാജു, എന്നെ സൂക്ഷിച്ചൊക്കെ നോക്കണേ. എന്തായാലും വെറും 1 മാസത്തെ വ്രതമല്ലേ പറഞ്ഞത്. സാരമില്ല. പാരയാണെന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും. പക്ഷേ എന്ത് ചെയ്യും? പേടിയല്ലേ? വേണ്ടട്ടോ. നോ, പാടില്ല. വ്രതം. ഓക്കെ, വ്രതം. ബ്രഹ്മചര്യം. ബ്രഹ്മയല്ല, ബ്രഹ്മചര്യം. എന്നാ കിടന്നേക്കാം. ഡോണ്ട് ടച്ച്. ഓർക്കത്തിൽ കൈ മേത്തോട്ട് ഒന്നും വീഴരുത്. എന്നാലും ഇന്ന് നേരത്തെ തന്നെ ഉറങ്ങിയേക്കാം. വെറുതെ ലൈഫ് പാഴായി. അരുത്, ഹനുമാൻ സ്വാമി കോപിക്കും. ശേഖരൻ സാറാ? എന്തോ അത്യാവശ്യമായിരിക്കും. ഇതാ. ഹലോ ചെറിയച്ച. മോളെ, നിങ്ങൾ ഉറങ്ങിയായിരുന്നോ? ഇല്ല ചെറിയച്ച. ഞാനൊരു ഗുഡ് ന്യൂസ് പറയാനാ മോളെ രാത്രി വിളിച്ചത്. എന്താ? ഏട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നിട്ട് വലിയ സങ്കടത്തില്. ഏട്ടൻ നിന്നെ മിസ് ചെയ്യുന്നതിന് തോന്നുന്നു. എന്താ? ഏട്ടന് നിന്നോടുള്ള സ്നേഹം കൂടി വരികയാ. അവക്കും രാജുവിനും കൂടി ഇവിടെ നിന്നൂടെ എന്നാ ചോദിക്കുന്നേ. ഞാനിപ്പോ ചെന്ന് നോക്കി, ഏട്ടൻ ടെൻഷനോടെ മുറിയിൽ അങ്ങുങ്ങും നടക്കുക. ഞാൻ എന്താ ചെയ്യേണ്ട ചെറിയച്ച? ഞാൻ വിളിച്ച് പറഞ്ഞതായിട്ടൊന്നും ഏട്ടനോട് പറയരുത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്നൂടെ മോളെ. ബുദ്ധിമുട്ടോ? അച്ഛനെ കാണാൻ എന്ത് ബുദ്ധിമുട്ട്? ഞാൻ രാജനോടൊന്ന് ചോദിക്കട്ടെ. അതിനെന്താ, നമുക്ക് പോവാം. ഞങ്ങള് ഉടനെ വരാൻ ചെറിയച്ച. ആ ശരി മോളെ. എന്നാ രാജു വേഗം റെഡിയാവ്. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറി വരാം. പിന്നെ അവിടെ ചെന്നാലും ബ്രഹ്മചര്യം വേണം കേട്ടോ. ബർമ്മയും പശ്ചിമ ഒന്നും അല്ല, ബ്രഹ്മചര്യം. അതെ. അമ്മേ, എന്താടാ? അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു അന്വേഷണം നടത്തി. അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? അമ്മേ, വല്യമ്മാവന് അവളോടുള്ള അടുപ്പത്തിനുള്ള കാരണം അമ്മ അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? നീ പറയാതെ ഞാൻ എങ്ങനെ അറിയും? വല്യമ്മാവന്റെ ഓഫീസിൽ വെച്ചേ ഒരു സംഭവം ഉണ്ടായി. ആ അനന്തം പിള്ള വല്യമ്മാന്റെ ഓഫീസിൽ വെച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി. അയാള് ചീത്ത വിളിക്കുകയും ഒത്തിരി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ രാജു വിളിച്ചിട്ടോ മറ്റോ അവിടെ കയറി വന്ന ഋതിക ആ അനന്തം പിള്ളയെ തൊലി ഉരിച്ച് നാണം കെടുത്തി വിട്ടു. ആ അയാൾ ജീവിതത്തെ കണ്ടു കാണില്ല ഇതുപോലൊരു പ്രകടനം. ഇവള് ഭദ്രകാളിയായി നിന്ന് തുള്ളിയെന്നാ ഒരു പാർട്ടിക്കാരൻ പറഞ്ഞത്. അത് വല്യമാവനും ഇഷ്ടപ്പെട്ടു. അത് ശരി. അപ്പൊ അതാണ് കാര്യമല്ലേ? അതെ. അപ്പൊ അവള് വർമ്മയെ ഇംപ്രസ് ചെയ്തു. അതാ ഇപ്പോഴത്തെ ഈ പുന്നാരത്തിന്റെ കാര്യം. നോ ഡൗട്ട്, അത് തന്നെ. പെട്ടെന്ന്
പെട്ടെന്ന് അച്ഛനും മകളും കീരിയും പാമ്പും ആകാൻ ഒരു കാര്യം ചെയ്യണമല്ലോ. ഞാനൊരു വഴി കണ്ടെത്താം. വഴി കണ്ടെത്തിയ ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ട, എന്നോട് കൂടി ആലോചിച്ചിട്ട് ചെയ്താ മതി. ആ, അമ്മയോട് എനിക്ക് അതേ പറയാനുള്ളൂ. മണ്ടം ബുദ്ധി പ്രയോഗിച്ച് വടി കൊടുത്ത് അടി വാങ്ങിക്കണം. എഴുത്. ലഡു 100 എണ്ണം. അച്ചപ്പം ഒരു 250. മുറുക്ക് വേണോട്ടാ. ആ, പ്രസവ ശുശ്രൂഷയ്ക്ക് പോലും മോളെ ഇങ്ങോട്ട് വിടില്ലെന്ന ഹരീഷിന്റെ വാശി. നമ്മളിതൊക്കെ കൊണ്ടു ചെന്നാ അവനിത് സ്വീകരിക്കു വേണോട്ടാ. നമ്മൾ അവനല്ലോ കൊടുക്കണത്, നമ്മുടെ കുഞ്ഞിനല്ലേ. എന്തായാലും നീ ബാക്കിയോടെ എഴുതടി. അങ്കിളെ, ഞങ്ങളൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ. ഈ രാത്രിയിലോ? രാത്രി ആയില്ലെന്നാ, അവര് പോയിട്ട് വരട്ടെ. സാറിനെന്തോ മോളെ മിസ് ചെയ്യുന്നു. അത് സന്തോഷമുള്ള കാര്യമല്ലേ. എന്നാ സന്തോഷത്തോടെ രണ്ടുപേരും പോയിട്ടോ. അയ്യോ നിക്ക്, ആ കൊച്ചതിന്റെ അച്ഛനെ കാണാൻ പോണേന് നിങ്ങക്കെന്താ? അച്ഛനെ കാണാനോ? വർമ്മ സാറിന്റെ മോളെ രാത്രി തന്നെ കാണണമെന്ന്. അതിനാ രാജു മോളെയും കൂട്ടി പോകുന്നേ. അയ്യോ അങ്ങനെ പോവാൻ പാടില്ല, എന്റെ ഹനുമാൻ വ്രതം മുടങ്ങും. നിങ്ങൾ അവിടെ ചെന്നാ മത്സ്യമാംസാദികൾ ഭക്ഷിക്കും, ഒരേ മുറിയിൽ കിടക്കും. ഓ, അതൊക്കെ എന്റെ ഹനുമാൻ വ്രതത്തിന് തടസ്സമാണ്. രാജു ഋതുമോളും അവരുടെ വീട്ടിൽ പോകുന്നതിന് നിങ്ങൾക്ക് എന്താ? അവരുടെ ഒരു മാരുതവ്രതം. എടീ, ഹനുമാൻ സ്വാമി ആക്ഷേപിച്ച് സംസാരിക്കരുത്. മൂപ്പര് ഗതക്കടിച്ച് നിന്നെ വീഴ്ത്തും, മരുത്തുവാമലെടുത്ത് നിന്റെ പുറത്തിടും. ഹനുമാൻ സ്വാമികളെ രക്ഷിക്കണേ. മനോജപം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വാരിഷ്ടം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഈ തള്ളക്ക് ഇതൊക്കെ അറിയോ? മറ്റു ദൈവങ്ങളെ പോലെ അല്ല ഹനുമാൻ സ്വാമികള്. ബ്രഹ്മചര്യവ്രതം തെറ്റിച്ചാൽ വാലിനടിച്ചു തീർത്തു കളയും. ഓ, ഹനുമാൻ സ്വാമികളുടെ വാലറിയാലോ, പിരിയൻ കമ്പികളെ പോലെയാ, ഒറ്റ അടിക്ക് കഥ തീരും. അവര് പോയിട്ട് വരട്ടെ അമ്മ, ബ്രഹ്മചര്യമൊക്കെ അവര് നോയിക്കോളും. അയ്യോ എനിക്ക് വിരോധമൊന്നുമില്ല, പോയിട്ട് വാ. ബ്രഹ്മചര്യം തെറ്റിച്ച ഈ വീട്ടിലുള്ളവർ ഒന്നടങ്കം തീരും, പറഞ്ഞേക്കാം. ഓക്കെ എളിയന്റെ അമ്മേ, എന്നാ ഞങ്ങള് പോയിട്ട് വരാം. പാലുകൊണ്ട് അടിക്കല്ലേ. നോവിനാലേ